രാവിലെ തന്നെ ദേ ചോറ് കെട്ടാനുള്ള പരിപാടി അച്ചിങ്ങയിൽ അങ്ങോട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ. അതിൻ്റെ അകത്തോട്ടൊരു കുഞ്ഞ് സവോളയും കൂടെ അരിഞ്ഞിട്ട് ദേ അച്ചിങ്ങയും ചെമ്മീനും കൂടെ ഒലത്തി എടുക്കാനാണ്. ചെമ്മീൻ ഇന്നലെ വറുത്തത് ഒരു 2, 3 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കിള്ളി പറിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പച്ച ചെമ്മീൻ എടുത്തിട്ട് ദേ കിള്ളി വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെക്കണില്ല, കൈയോടെ അങ്ങോട്ട് വറുക്കണേ. കാരണം നമുക്ക് മാറ്റി വെച്ച് സമയം എടുത്ത് വറുക്കാനുള്ള നേരമൊന്നും ഇല്ലെന്നേ. പിടിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യണേ. ആർഭാടത്തിന് ഒട്ടും കുറവ് വരുത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേ ഒരു മുട്ടയും കൂടെ വറുക്കണേ. അങ്ങനെ ചെമ്മീൻ വറുത്ത് കോരി മാറ്റി ചട്ടിയിൽ തന്നെ ഞാൻ മുട്ടയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് വേറെ ചട്ടി എടുക്കണ്ടല്ലോ, പിന്നെ അതും കഴുകാൻ നടക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ പോട്ടെ എന്ന് കരുതി. അപ്പോൾ അതേ പാത്രത്തിനകത്തോട്ട് ചൂട് ചോറും അച്ചിങ്ങയും ചെമ്മീനും ഒലത്തിയതും പിന്നെ ഇത്തിരി ചെമ്മീൻ വറുത്തതും മുട്ട വറുത്തതും ഒക്കെ ആയപ്പോഴത്തേക്കും ആലുവിൻ്റെ ലഞ്ച് സെറ്റായി കേട്ടോ. അപ്പോൾ ആൾ ദേ പ്രാർത്ഥിച്ചിട്ട് നേരെ സ്കൂളിലോട്ട് ഇറങ്ങണേണ്. അപ്പോൾ 2 ബുക്ക് മേടിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് പോണ പോക്കാണ് കേട്ടോ. അപ്പോഴേക്കും ഒരുത്തൻ ചാടി മേത്തോട്ട് കയറി കഴിഞ്ഞു. അപ്പോൾ അതേ രാവിലെ തന്നെ അപ്പം കുറച്ച് അയില മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും അടുക്കളയിൽ പണി തുടങ്ങി, അമ്മ പിന്നെ ഇതും കൂടെ അങ്ങോട്ട് തീർത്ത് വെച്ചേക്കാമെന്ന് കരുതിയിട്ട് അയലയുടെ കൈയോടെ അങ്ങോട്ട് വെട്ടിത്തേച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് മുളക് കറി വെക്കാമെന്ന് കരുതി പിന്നെ കുറച്ചല്ല ഒരു 3 എണ്ണം കൊണ്ട് എടുത്തിട്ട് വറക്കും, മുഴുവനാടെ വറക്കും. എന്നിട്ട് പിന്നെ കഴിക്കാൻ നേരത്തെ നമ്മളിങ്ങനെ ഒടിച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ കറി വെക്കാനുള്ളതൊക്കെ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. വറക്കാനുള്ള 3 എണ്ണം അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് കൈയോടെ അങ്ങോട്ട് വറുത്ത് മാറ്റാട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ അടുക്കളപ്പണികളൊക്കെ ഒതുക്കി കൂട്ടിയിട്ട് എവിടെയെങ്കിലും കുത്തിയിരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതേ സിങ്കും കൂടെ തേച്ച് കഴുകി ആ കൈയും കൂടെ കഴുകിയതേ കുളിക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് വേണം ചായ കുടിക്കാൻ പാത്രമുള്ള കേട്ടോ.